നടക്കുന്നത്. ഒരു പുതിയ കഥാപാത്രം ഗിരിജ, അതെന്തിനാണോ ആവോ ഒരു പിടുത്തവുമില്ല. നമ്മുടെ പിങ്കി അവിടെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും കെയർ ചെയ്യാനും ഒക്കെയാണ് അതിൽ പറയുന്നത്, പ്രൊമോയിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യ പടത്തിലെ മറ്റുള്ളവരോട് മൊത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദയോടാണ് കൂടുതലും നമ്മുടെ ഗിരിജ ഭയങ്കര ശത്രുപരമായിട്ടാണ് പെരുമാറുന്നതൊക്കെ. നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ഭയങ്കര ഛർദിക്ക് തളർച്ച അത് ഇത് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ നന്ദയുടെ സ്വന്തം കുഞ്ഞല്ലേ നമ്മുടെ പിങ്കിയുടെ ഉള്ളില്. അപ്പൊ ആ ഒരു അവലാതി കൊണ്ട് നമ്മുടെ നന്ദ എപ്പോഴെപ്പോഴും നമ്മുടെ പിങ്കിയുടെ അടുത്ത് വന്ന് കെയർ ചെയ്യുകയും സംസാരിക്കുകയും പിങ്കിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഗിരിജ നമ്മുടെ നന്ദ അവിടെ നിന്നൊക്കെ ആട്ടിപ്പായിച്ചു വിടുന്ന നിമിഷങ്ങൾ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ നന്ദ ആകപ്പാടെ തളർന്നിരിക്കുക. സ്വന്തം കുഞ്ഞിന്റെ അടുത്തൊന്ന് പോയി സ്പെൻഡ് ചെയ്യാനോ സ്വന്തം കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ സ്വന്തം കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു നന്ദയും ഗൗതമനെയാട്ടോ നമുക്ക് ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്താ അല്ലേ സ്വന്തം കൊച്ച്, അത് എന്താ പറയാ ഈ സറോഗസിക്ക് വേണ്ടി തയ്യാറായി വന്ന പിങ്കി, ആ ഒരു പിങ്കിയുടെ ആ ഒരു വില്ലത്തരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു പിങ്കിയുടെ ഉള്ളിൽ കൊച്ചായതിനു ശേഷം നമ്മുടെ പിങ്കി ആകപ്പാടെ മാറിയിരിക്കുകയാണ്. ഇനിയും നമ്മുടെ പിങ്കി ആ കുഞ്ഞിനെ വിട്ടു കൊടുക്കില്ല എന്ന് തന്നെ നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും മുഖത്ത് നോക്കി പറയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നന്ദ എങ്ങനെ സഹിക്കും അല്ലെ? നമ്മുടെ നന്ദ പറയുന്നത് പോലെ എന്താണ് ഈശ്വര, എല്ലാം ഒരു എന്താ പറയാ, ഒരു സമയത്ത് പോലും എനിക്കൊരു സമാധാനമുള്ള ഒരു ജീവിതം കിട്ടിയിട്ടില്ലല്ലോ എന്ന് നമ്മുടെ നന്ദ ഇടയ്ക്ക് ഗൗതമിനടുത്ത് പറയുന്നത് കേൾക്കാം. ശരിയാണ്, നമ്മൾ ആലോചിച്ച് നോക്കി, ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടു, പിന്നീട് വലുതായപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടു. ഈ ഇവിടെ വന്നിട്ടുള്ള ഒരു വിവാഹ ജീവിതമാണെങ്കിൽ നമ്മുടെ ഗൗതമിനെ കിട്ടിയത് ഒട്ടും ഇഷ്ടമില്ലാതെയാണ്. പിന്നീട് ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് വന്നപ്പോൾ ഇവിടെയും പല പ്രശ്നങ്ങൾ, അർജുന്റെ മരണം, പിങ്കിയുടെ ഈ ഒരു കുത്തല്, പാരവെപ്പ്, മൊത്തത്തില് ഇപ്പൊ സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും തനിക്കൊരു അവകാശമില്ലാത്ത അവസ്ഥയാണ് നന്ദയ്ക്ക് അല്ലെ? ചന്ദ്രകാന്ത കഥ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പ്രേക്ഷകരെ ഇനി കാണാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. മിക്കവാറും നന്ദയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും നമ്മുടെ ആ ഒരു സംവിധായകൻ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര നിരാശാകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാട്ടോ അല്ലെ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.